കവിത പോലെ അകലെ അകലെ വെൺമുകിൽ പോലെ എന്തിനെന്നറിയാതെ നൊമ്പര വീണയിൽ പിന്നെയും നീ തൊട്ടു നൊമ്പരമേ പെരിയുമോ നീ തിങ്കളേ തിങ്കളേ. ഒന്ന് വേഗാവട്ടെ. എന്താ പറ്റിയ മനുഷ്യ? കേബിൾ തട്ടിയിരിക്കുന്നു വിമലേ. ഈശ്വര, എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട, ഇത് സേതുവിന്റെ തമാശയായിരിക്കും, നമ്മളെ പറ്റിക്കാൻ. നീ വാ. അതൊന്നുമല്ല. അയ്യോ വേണ്ട, പോവണ്ടെന്ന്. നീ വാ വിമലേ, പേടിക്കണ്ട. ശ്രീമംഗലത്ത് കള്ളം കയറി നീ ഇവിടെ ഉള്ളപ്പോ ഇത് സേതുവിന്റെ കളിപ്പിക്കലാണ്. കണ്ടോ കണ്ടോ കിടക്കുന്ന സേതു, മോനി സേതു. ആ തുറക്കാടാ സേതു. മോനി സേതു, എഴുന്നേൽക്കടാ സേതു. ആ ഇതിനെ എന്ത് കിടപ്പാ വിമല ചെയ്തു മോനെ? അവന്റെ അഭിനയം കണ്ടില്ലേ നമ്മളെ പറ്റിക്കാൻ? മനുഷ്യ, നിങ്ങൾ അടുത്തോട്ട് പോണ്ട. നീ പേടിക്കണ്ട മോനെ സേതു. വേണ്ടെന്ന്. പേടിക്കണ്ട സേതു. സേതു മോനെ സേതു, എണിക്കടാ. എനിക്ക് എണിക്കടാ, കളിക്കല്ലേ. വട്ടി കളിക്കവൻ. അയ്യോ, ഇത് സേതുവിന്റെ കാലല്ലോ. ഇത് സേതുവിന്റെ കാലല്ല. ആരാ ആരാന്നാ ചോദിച്ചത്? കേട്ടില്ലേ? ആരാ? ഞങ്ങളോട് കളി വേണ്ട. എന്റെ മോൻ കളക്ടറാ. ഏത് കള്ളനായാലും അവൻ വന്ന് കൊന്നുകളയും. പേടിക്കണ്ട, കള്ളനല്ല, മഹീന്ദ്രനാ. ചിഞ്ചുമോളെ കൊന്ന മഹീന്ദ്രൻ. ഈ വയസ്സിലും ഇതൊക്കെ മോശം മോശം. ഞാൻ പോലീസിന്റെ വലയിൽ നിന്ന് ചാടിപ്പോന്നു. എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട്. ഞങ്ങളെ കൊല്ലരുത്. ഇല്ല, നിങ്ങളെ ഞാൻ കൊല്ലില്ല. പക്ഷെ നിങ്ങളുടെ മകന്റെ കാര്യം അല്പം പ്രശ്നത്തിലാണ്. ഞാൻ അവനെ അങ്ങ് പൊക്കി. ഇപ്പം സബ് കളക്ടർ സേതുശേഖരൻ തമ്പി മഹീന്ദ്രന്റെ താവളത്തിലാ. എന്താ എന്താ നിനക്ക് വേണ്ടത്? എന്ത് വേണമെങ്കിലും തരാം. ഞങ്ങളുടെ മോനെ ഒന്നും ചെയ്യരുത്. ഇപ്പം ഒന്നും വേണ്ട. പക്ഷെ ഞാൻ ചില ഉപാധികൾ മുന്നോട്ട് വെക്കും. അതിന് സമയമായിട്ടില്ല. സമയമാകുമ്പം പറയാം. തൽക്കാലം പോലീസിലോ മറ്റുള്ളവരോടോ പറയണ്ട. അത് നേരിട്ട് ബോധിപ്പിക്കാനാ ഞാൻ വന്നത്. പറഞ്ഞാൽ മകന്റെ തലയില്ലാത്ത ശരീരം ഞാൻ സമ്മാനമായിട്ട് തരും. പറയില്ല പറയില്ല. ഗുഡ് ബൈ. വിമലേ, നമ്മുടെ മോൻ. ഈശ്വര, അവൻ നമ്മുടെ മോനെ എന്തെങ്കിലും ചെയ്യൂ.
സേതുവേട്ടനെ കാണുന്നില്ലല്ലോ. പുറത്തു പോയതാവും. ബാല അകത്തേക്ക് വാ. വാ. സേതുവേട്ടൻ എവിടെ അമ്മേ? ആശുപത്രിയിലും വന്നില്ലായിരുന്നു. എന്റെ മോനെ ആ മഹീന്ദ്രൻ തട്ടിക്കൊണ്ടുപോയി. അയാൾ പോലീസിന്റെ വലയിൽ നിന്നും ചാടിപ്പോയി. ആ പകയോടെ സേതുവിനെ തട്ടിക്കൊണ്ടുപോയത്. എന്തു വേണമെന്നറിയാതെ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുക. എന്റെ സേതുവേട്ടൻ, ഈശ്വര, എന്തൊരു വിധിയായത്. ദേവികെ, എന്റെ സേതുവേട്ടൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. സേതുവേട്ടൻ പാവോ, സേതുവേട്ടൻ നിരപരാധിയാ. സേതുവേട്ടൻ ഇവിടെയുണ്ട്. നിങ്ങൾ എന്നെ പറ്റിക്കുക. അമ്മേ, സേതുവേട്ടൻ എവിടെ അമ്മേ? അമ്മേ, അവരെ സേതുവേട്ടാ, സേതുവേട്ടാ, അയ്യോ സേതുവേട്ടാ, ബാലേ, അമ്മേ, എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയാൻ പോയത്? സേതുവേട്ടാ, സേതുവേട്ടാ, അവിടെ നിൽക്കും ബാലേ. സേതുവേട്ടാ, കഷ്ടം. സേതുവേട്ടാ, അയ്യോ സേതുവേട്ടാ, സേതുവേട്ടാ, നിങ്ങളൊരു മനുഷ്യനാണോ? അല്ല, ജഗന്നാഥൻ മനുഷ്യനല്ല, ചെകുത്താനാ. വസുന്ധരേ, സേതുവേട്ടാ, അയ്യോ സേതുവേട്ടാ, 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 ബാലേ, ദേവിക, എന്റെ സേതുവേട്ടൻ ഇവിടെ. എന്റെ സേതുവേട്ടൻ, സേതുവേട്ടന് അയാൾ എന്തെങ്കിലും ചെയ്യും. ബാലേ, ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. സംഭവിക്കേണ്ടത് സംഭവിച്ചു പോയി. അയാൾ സേതുവേട്ടനെ, ഓ, അയാൾ സേതുവേട്ടനെ ഒന്നും ചെയ്യില്ല. സേതുവേട്ടൻ ഒരു പോറല് പോലും സംഭവിക്കില്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും രഹസ്യമായിട്ട് നടക്കുന്നുണ്ട്. ദേവിക്ക് എന്റെ ജീവൻ കൊടുക്കാന്ന് പറ. സേതുവേട്ടൻ ഒരു തെറ്റ് ചെയ്യാത്ത ആളാ. എന്നെ ശിക്ഷിച്ചോട്ടെ. സേതുവേട്ടനെ വെറുതെ വിടാൻ പറ. എല്ലാം ചെയ്യാം. ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടനായാള് അയാൾ സേതുവേട്ടന്. ബാളെ ഇങ്ങനെ കിടന്ന് കരയല്ലേ? ദേ വന്നേ, കുഞ്ഞു കിടന്ന് കരയുന്ന കണ്ടില്ലേ? ആരെ പാല് കൊടുത്തുറക്കിക്കേ. വാ. വസുന്ധരേ, എവിടേക്കാ? മേലെടുത്ത് സരസ്വതി ചേച്ചിയുടെ വീട് വരെ. അവിടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായിന്ന് അറിയണമല്ലോ.
നുണ. മകളെ കാണാനുള്ള ഒരു അമ്മയുടെ ഉത്സാഹം നിന്റെ മുഖത്തുനിന്ന് എനിക്ക് വായിച്ചെടുക്കാനാവും. വസുന്ധരെ, കളവ് പറയാം മറ്റുള്ളവരുടെ മുമ്പിൽ. പക്ഷേ ജഗന്നാഥന്റെ മുമ്പിൽ അത് വേണ്ട. നിന്റെ ഒരു ചെറിയ ചലനം എനിക്കറിയാം അതിന്റെ പോലും അർത്ഥം. അതെ, ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല. എന്റെ മകളെ കാണാൻ പോകുന്നത്. നേർക്ക് നേരെ കാണുമ്പോ പുന്നാര മകളോട് പറഞ്ഞേക്ക് ആയുസിനധികം നീളമില്ല. കഷ്ടം, നിങ്ങളൊരു മനുഷ്യനാണോ? അല്ല, ജഗന്നാഥൻ മനുഷ്യനല്ല, ചെകുത്താനാ. മനുഷ്യന്റെ ചോര കുടിക്കുന്ന ചെകുത്താൻ. ഏതോ ഒരു പണിക്കർ ഗണിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ മോളെ നിങ്ങൾ എനിക്ക് നഷ്ടമാക്കി. നേർക്ക് നേരെ കാണുമ്പോ തീ പാറുന്ന കണ്ണുകളോടെയാ അവൾ എന്നെ നോക്കുന്നത്. മോളെ എന്ന് വിളിക്കാൻ പോലും സമ്മതിക്കില്ല. അമ്മയെന്ന അവളുടെ ഒരു വിളി, സ്നേഹമുള്ളൊരു നോട്ടം, അതിനുവേണ്ടി മാത്രം കാലു തേഞ്ഞ് നടക്കുന്നത്. നിങ്ങൾ ചെയ്ത ക്രൂര പ്രവൃത്തിയെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് അടുക്കുന്നില്ല അവൾ. അച്ഛനും അമ്മയും അവൾക്കൊരു നാണയത്തിന്റെ 2 വശങ്ങളാ. കൊല്ലാൻ ബാല്യക്കാരുടെ കയ്യിൽ കൊടുത്തുവിട്ട ദുഷ്ട മാതാപിതാക്കൾ. നിങ്ങൾ ചെയ്ത കൊടും പാപത്തിന് ഞാനും തെറ്റുകാരിയായിരിക്കാം. എന്റെ മോളുടെ മുന്നിൽ ചെന്ന് സാഷ്ടാംഗം വീണ് ക്ഷമ പറയും. എന്നിട്ട് മകളുടെ കൂടെ അയക്കോ ഇനിയുള്ള നാളുകൾ. അതാ എനിക്കിഷ്ടം. കാലനാ നിങ്ങൾ. മരണത്തിന്റെ കാലൊച്ച കേട്ട് ഈ വീട്ടിലുള്ള വാസം എനിക്ക് മതിയായി. എന്നാ പോടെ, ഇറങ്ങി പോടെ ഇവിടെ നിൽക്കാതെ. അമ്മയും മകളെ ഒരു കുഴിയിലിട്ട് മൂടും ഞാൻ. തോപ്പിൽ ജഗന്നാഥന പറയുന്നേ, എണ്ണിക്കോ ദിവസങ്ങൾ. പോകാൻ